രണ്ടുപേര് കാണാൻ വന്നിട്ടുണ്ടെന്ന് കർമ്മി പറഞ്ഞപ്പോ അത് നിങ്ങളായിരിക്കുമെന്ന് കരുതിയില്ല. തറവാട്ടി പോയി കാണുമല്ലേ? പാർവതി കുഞ്ഞമ്മ മുത്തശ്ശിയും കൊണ്ട് ചെന്നൈക്ക് പോയെന്ന് ലളിതേച്ചി പറഞ്ഞു. എന്താ ഇത്ര പെട്ടെന്ന്? ഏട്ടത്തി അമ്മയെ സിംഗപ്പൂരിൽ ചികിത്സിക്കുന്ന ഡോക്ടർ തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹം നാട്ടിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞു പോയതാ. ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ചു വരും. അല്ല, എത്ര ദിവസം എടുക്കും തിരിച്ചു വരാൻ? അത് പറയാൻ കഴിയില്ല. പാർവതിയുടെ ഭർത്താവും മകനും ചെന്നൈക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കാണോ എന്ന് അവർ തീരുമാനിക്കും. ഇതൊരു വലിയ ചതിയായി പോയല്ലോ തമ്പയ്യങ്ങുന്ന്. പാർവതി കുഞ്ഞമ്മ പറഞ്ഞിട്ടാ അച്ഛനോട് ഞാൻ ആ സ്വർണം പണയം വെക്കേണ്ടെന്നും അതെല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കാനും പറഞ്ഞത്. അത് തന്നെയാണ് ശരിയായ വഴി. അങ്ങനെ ചെയ്തതുകൊണ്ട് വലിയ നാശത്തിൽ നിന്ന് അനന്തനും കുടുംബവും രക്ഷപ്പെട്ടത്. അപ്പോ കുഞ്ഞമ്മ അമ്പിളി കൊടുത്ത് വാക്കോ? ഞങ്ങൾ വന്നത് കുഞ്ഞമ്മയായിട്ട് ആ കാര്യം സംസാരിക്കാനാ. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്തു വാക്കാ അമ്പിളി പാർവതി നിനക്ക് തന്നത്? എന്നോട് അവളൊന്നും പറഞ്ഞില്ലല്ലോ. എന്നോട് കുഞ്ഞമ്മ പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടുന്ന സ്വർണമായിട്ട് ഇങ്ങോട്ട് വന്ന ഞങ്ങൾക്ക് ആവശ്യമുള്ള പണം കുഞ്ഞമ്മ തരാന്ന. രഘുവേട്ടന് എങ്ങനെയെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ കഴിയല്ലോ എന്ന് വിചാരിച്ച ഞാൻ കുഞ്ഞമ്മയുടെ വാക്ക് വിശ്വസിച്ച് എല്ലാത്തിനും സമ്മതം മൂളിയത്. പാർവതി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് പാലിച്ചിരിക്കും. അതിൽ സംശയമൊന്നും വേണ്ട. ഇതിപ്പോ അമ്മയുടെ